ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത്. ഒന്നാമത്, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. 2. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. 3. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 4. പൊതുനിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പാക്കൽ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. നമ്മോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. അപ്പോൾ മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 30. അത് ഏതിൽ വരുന്നതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് പറയുന്നത് ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. അത് ഇതിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അതും ശരിയാണ്. പൊതുനിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പാക്കൽ. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത ആശയം. അപ്പോൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഒന്ന് മാത്രം. ഒന്ന് എന്ന് പറയുന്നത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തിലാണ്. ആൻസർ ഓപ്ഷൻ ബി. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ്: 1. സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ വരുന്നത് 14 to 18 ആണ്. 14 to 18. ഒന്നാമത്തെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 14. അടുത്തത്, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 15. മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിലോ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 14. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 15. അടുത്തതുപോലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 16. അടുത്തത്, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. അടുത്തത്, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. പദവിനാമങ്ങൾ, അതായത് അക്കാദമിക്, മിലിറ്ററി ഒഴികെ നിരോധിക്കുന്ന അനുച്ഛേദം 18. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള അവകാശങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നത്? സമത്വത്തിനുള്ള അവകാശം. 14 to 18 ആർട്ടിക്കിൾ ഉൾക്കൊള്ളുന്നതാണ് സമത്വത്തിനുള്ള അവകാശം. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു. 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. 15
15 പിന്നെ 16 സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് ഏത്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധി അനുച്ഛേദം 17 എന്നുള്ളത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. അതുപോലെ പദവിനാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദം, അക്കാദമിക് മിലിറ്ററി ഒഴികെ പദവിനാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ. എയിംസിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കട്ടച്ചൽക്കുഴി, ബാലരാമപുരം. നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടച്ചൽക്കുഴി, ബാലരാമപുരം. അതുപോലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറ. ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടുംപാറ. ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടുംപാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലും അതുപോലെ പാലക്കാടിലെ മേനോൻപാറയിലും. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലും പാലക്കാടിലെ മേനോൻപാറയിലും. അടുത്തത് കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട്ടിലെ ചൂണ്ടൽ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാട്ടിലെ ചൂണ്ടൽ. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയത്? നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, കട്ടച്ചൽക്കുഴി. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറ. ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടുംപാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ല അതുപോലെ പാലക്കാടിലെ മേനോൻപാറ. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്ടിലെ ചൂണ്ടൽ.